ലൈവിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ജാസ്മിനും ജിൻഡോയും തമ്മിലൊരു വഴക്കുണ്ടായി. ഗബ്രിയുടെ ഓർമ്മകൾ വറുത്തോണ്ട് കിടക്കുന്ന ജാസ്മിൻ പീപ്പിൾസ് റൂമിലാണ്. ജിൻഡോ ഒരു ബെഡിലും ഋഷിയും അഭിഷേക് സായും ഒക്കെ അപ്പുറത്തെ ബെഡിലുമായിട്ട് കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് അവനെ മിസ് ചെയ്യുന്നതെന്ന് ജാസ്മിൻ പറയുന്നു. ഗബ്രിയെ കുറിച്ചാണ് പറയുന്നത്. ഉടനെ ജിൻഡോ ഫണ്ണായിട്ട് പറയുന്നു, കൂടുതൽ മിസ് ചെയ്യൊന്നും വേണ്ട, ഇപ്പൊ നല്ലപോലെ പോകുന്നുണ്ട്, ഗെയിമൊക്കെ കൊണ്ടുപോയി തൊലയ്ക്കണ്ടെന്നുള്ള രീതിയിൽ ജിൻഡോ പറയുന്നു. ജാസ്മിൻ അതിൽ ട്രിഗർ ആവുന്നുണ്ട്. ജാസ്മിൻ പറയുന്നു, ഞാൻ ആരെയും മിസ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ല ജിൻഡോ അല്ല തീരുമാനിക്കേണ്ടത്, താൻ കൂടുതൽ ചിലക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ. നിന്റെ സ്വപ്നം അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും, അത് തീരുമാനിക്കാൻ ജിൻഡോ ആരാ, നിങ്ങൾ കൊടുന്നുണയനാണ്, നിങ്ങൾ ചിലക്കടോ, നിങ്ങളുടെ ഇത് ചിലക്കടോ, 5 മിനിറ്റ് നിർത്താതെ സംസാരിക്കാൻ തന്നെ കൊണ്ട് അറിയത്തില്ലടോ, താൻ വിവരം കെട്ടവനാടോ, താൻ വെറും മണ്ടനാടോ, താൻ വെറും ഊളനാടോ ഒക്കെ പറഞ്ഞിട്ട് വെറുതെ കുതിര കയറുന്നുണ്ട്. അപ്പോഴും ജിൻഡോ പറയുന്നുണ്ട്, നേരെയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നീ സത്യസന്ധമായിട്ടല്ലല്ലോ ഗെയിം കളിച്ചത്, ഞാൻ കള്ളം പറയും, ഞാൻ ഉറങ്ങും, ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ. കാരണവന്മാർക്ക് വാക്ക് കൊടുത്തിട്ട് പിന്നെ ആ വാക്ക് തെറ്റിക്കുന്ന പരിപാടിയൊന്നും ഞാൻ ചെയ്യത്തില്ല, ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള കൂട്ടത്തിലുള്ള ഒരാളാണ്, നിന്നെപ്പോലെ ഒന്നും അല്ലാന്ന് ജിൻഡോ പറയുന്നുണ്ട്. ജാസ്മിനെ കറക്റ്റ് ട്രിഗർ ചെയ്യേണ്ടത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് ജിൻഡോ ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞു. അതാണ് ഗബ്രിയെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ അതിൽ കയറി പിടിച്ചത്. പിന്നെ ജാസ്മിന് ദേഷ്യം വന്ന ജാസ്മിന്റെ വായിൽ നിന്നും പൊഴിയുന്ന മണിമുത്തുകൾ, അത് ഏത് ലെവലിലുള്ള മണിമുത്തുകളാണെന്നുള്ളത് നമുക്കറിയാം. ഇത് വീഡിയോയിൽ പറഞ്ഞു മടുത്തൊരു പോയിന്റ് ആണ്, എന്നാലും പറയാം, കാരണം നമ്മളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ് ജാസ്മിൻ. വെറും സംസ്കാരശൂന്യമായ വാക്കുകളാണ് ജാസ്മിൻ ഉപയോഗിക്കുന്നത്. റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം അത് ജാസ്മിൻ തൊട്ട് തീണ്ടിയിട്ടില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്, തൊട്ടി വർത്താനം അല്ലാതെ വായിന്നൊന്നും വീഴുകയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണത്. പിന്നെ ജാസ്മിൻ ജിൻഡോയെ പറ്റി പറയുന്ന കുറെ കാര്യങ്ങളിൽ ഒരു കാര്യമാണ്, ജിൻഡോ ഇവിടെ ഉള്ളവരെയും നാട്ടുകാരെയും പറ്റിക്കുന്നു, നിങ്ങൾ പുറത്തിറങ്ങിയാൽ നല്ല രീതിയിൽ വാഴത്തില്ല, സത്യവും നന്മയും ഒന്നുമില്ലാത്ത ഒരാളാണ് നിങ്ങൾ, ജാസ്മിനുള്ള ക്വാളിറ്റിയിൽ 4-1 പോലും നിങ്ങൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ ഫുൾ സീരിയൽ ലെവൽ ഡയലോഗുകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വെറുതെ ചിരിപ്പിക്കല്ലേ ജാസ്മിനെ, പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. തേപ്പും വഞ്ചനയും കുതികാൽവെട്ടും തൊഴുത്തിക്കുത്തും ഒക്കെയാണ് ജാസ്മിൻ ഈ ഗെയിമിൽ കൈമുതലാക്കിയത് എന്നുള്ളത് കാണുന്ന എല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന ജനങ്ങള് അവരുടെ അഭിപ്രായം കറക്റ്റ് വോട്ട് ചെയ്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അത് ജാസ്മിൻ മനസ്സിലാക്കണം. 70% ജനങ്ങളും അത് വോട്ട് ചെയ്ത് രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ സ്നേഹിച്ചവരെ മരണം വരെ ഞാൻ കൂടെ നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. 3G ആക്കാനല്ലാതെ ജാസ്മിന് വേറെ എന്തെങ്കിലും അറിയാവോ? അല്ല, ഈ എത്ര ആണുങ്ങളെയാണ് തേച്ചത്? സ്നേഹിച്ചവന്മാരെല്ലാം പുറത്തിരുന്ന് കരയുവാണ് ലൈവിൽ വന്നിരുന്നിട്ട്. ജാസ്മിൻ വല്ലതും അറിയുന്നുണ്ടോ ആവോ? ജിൻഡോയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ, തൊലി വെളുപ്പില്ല എന്ന് പറയാ ജാസ്മിനെ അങ്ങോട്ട് പറ. അത് പറയാൻ എന്താണ് ഇത്ര മടി? ജിൻഡോയെ പിടിച്ച് ലോ ലെവൽ ആക്കുന്നതും ലോ ക്വാളിറ്റി ആക്കുന്നതും ഒക്കെ ജാസ്മിന് എന്ത് അജണ്ടയാണ് എന്നുള്ളത് ലൈവ് കാണുന്നവർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് പറയാൻ വേണ്ടി ഇത്ര മടിക്കൊന്നും വേണ്ട, അത് തന്നെ അങ്ങ് പറഞ്ഞോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ കാര്യം. പ്രേക്ഷകരെ പറ്റിക്കാൻ ജാസ്മിന്റെ അത്രയൊന്നും ആരും അവിടെ ശ്രമിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് ജിൻഡോ പ്രേക്ഷകരെ പറ്റിച്ചു എന്നൊക്കെ. ജാസ്മിൻ ഫുൾ കോമഡിയാണ് കേട്ടോ.